പോകുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കുവൈത്തിൽ ഗാർഹിക ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ലൈസൻസ് വിതരണം ഈ മാസം 16-ന് പുനരാരംഭിക്കും. ലൈസൻസ് അനുവദിക്കുന്നത് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള റിക്രൂട്ടിംഗ് കമ്പനികൾക്ക് മാത്രം. ഖത്തറിൽ പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്ന് വീണ്ടും ജീവനക്കാരെ പിരിച്ചുവിടുന്നു. ഖാഫ്കോയിൽ മലയാളികളടക്കമുള്ള ജീവനക്കാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ്. പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി തൊഴിൽ നഷ്ടമാകുക 250-ലധികം പേർക്ക്. സംസ്ഥാനത്ത് അടുത്ത വർഷവും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പവർ കട്ടോ ലോഡ് ഷെഡിംഗോ ഏർപ്പെടുത്തില്ല. സംസ്ഥാനത്തിന്റെ വികസനത്തിന് പരിസ്ഥിതിക്കിണങ്ങുന്ന വലിയ പദ്ധതികൾ അനിവാര്യമാണെന്നും വൈദ്യുതി മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. കുവൈത്തിൽ ഗാർഹിക ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ലൈസൻസ് വിതരണം ഈ മാസം 16-ന് പുനരാരംഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുവൈത്ത് പൗരന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന റിക്രൂട്ടിംഗ് കമ്പനികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി ലൈസൻസ് അനുവദിക്കുമെന്ന് മന്ത്രാലയത്തിലെ താമസകാര്യ വകുപ്പ് മേധാവി മേജർ ജനറൽ തലാൽ മഹറഫി അറിയിച്ചു. തൊഴിൽ വിപണിയിലെ ക്രമീകരണങ്ങളുടെ ഭാഗമായി നിർത്തിവെച്ച ലൈസൻസ് വിതരണം ഞായറാഴ്ച പുനഃസ്ഥാപിക്കുമെങ്കിലും കടുത്ത നിബന്ധനകൾക്ക് വിധേയമായാകും പുതിയ ലൈസൻസുകൾ അനുവദിക്കുക. ലൈസൻസ് അപേക്ഷകൻ കുവൈത്ത് പൗരനും കുറ്റകൃത്യങ്ങളിലോ കോടതി നടപടികളിലോ ഉൾപ്പെടാത്ത ആളുമായിരിക്കണം. പ്രായം 30-നും 70-നും ഇടയിലായിരിക്കണം. പ്രാദേശിക ബാങ്കിൽ 40,000 ദിനാർ ഗ്യാരണ്ടി നൽകണം. സ്ഥാപനത്തിന് വാണിജ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം തുടങ്ങിയവയാണ് പ്രധാന നിബന്ധനകൾ. ലൈസൻസിന് അപേക്ഷിക്കുന്ന ആളിന്റെ പേരിൽ തന്നെയാണ് റിക്രൂട്ടിംഗ് കമ്പനികളും ഓഫീസുകളും പ്രവർത്തിക്കുന്നതെന്ന് തെളിയിക്കുന്ന രേഖ, ശാരീരികക്ഷമതാ സർട്ടിഫിക്കറ്റ് എന്നിവയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. നിബന്ധനകൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും വിദേശത്ത് നിന്ന് ഗാർഹിക ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ലൈസൻസ് അനുവദിക്കുകയെന്ന് തലാൽ അൽ മഅറഫി കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഖത്തറിൽ പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്ന് വീണ്ടും ജീവനക്കാരെ പിരിച്ചുവിടുന്നു. വളം നിർമ്മാണ രംഗത്തെ പ്രമുഖരായ ഖാഫ്കോയിൽ നിന്ന് മലയാളികളടക്കമുള്ള ജീവനക്കാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് കിട്ടിത്തുടങ്ങി. പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി ഡിസംബറോടെ 250-ലധികം പേർക്ക് തൊഴിൽ നഷ്ടമായേക്കും. ഉയർന്ന ശമ്പളവും വൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരുന്നവരെയുമാണ് ആദ്യഘട്ടം പിരിച്ചുവിട്ടത്. ലോകത്തിലെ തന്നെ ഏറ്റവും അധികം യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ കമ്പനിയായ ഖത്തറിലെ ഖാഫ്കോയിലാണിപ്പോൾ തൊഴിൽ രംഗത്തെ പുനഃക്രമീകരണം നടക്കുന്നത്. ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയിരുന്ന ഏതാനും ജീവനക്കാർക്ക് ഇതിനകം പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞു. ഇവർക്ക് പിരിഞ്ഞു പോകാനായി 3 മാസത്തെ കാലാവധിയാണ് നൽകിയത്. ഈ വർഷം ഡിസംബറോടെ 250-ലധികം ജീവനക്കാരെ പിരിച്ചുവിട്ടേക്കും. അന്താരാഷ്ട്ര വിപണിയിൽ യൂറിയക്കുണ്ടായ വിലത്തകർച്ചയും ജീവനക്കാരുടെ എണ്ണം കുറച്ച് ചിലവ് നിയന്ത്രിക്കാൻ കമ്പനിയെ പ്രേരിപ്പിച്ചതായാണ് അറിയുന്നത്. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് യൂറിയ കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനം കൂടിയാണിത്. നേരത്തെ പെട്രോളിയം കമ്പനികൾ ജീവനക്കാരുടെ എണ്ണം കുറച്ചപ്പോഴും ഖാഫ്കോയിൽ തൊഴിൽ നഷ്ടമുണ്ടായിരുന്നില്ല. രാജ്യത്തെ തൊഴിൽ രംഗം കൂടുതൽ വ്യവസ്ഥാപിതമാക്കുകയും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള പുനഃക്രമീകരണം കൂടുതൽ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്നതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് ഇനിയും ജോലി നഷ്ടപ്പെട്ടേക്കും. അതേസമയം നേരത്തെ ജീവനക്കാരുടെ എണ്ണം കുറച്ച പ്രമുഖ സ്ഥാപനങ്ങൾ ഇപ്പോൾ വലിയ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് കരാറടിസ്ഥാനത്തിൽ പുതിയ ജീവനക്കാരെ നിയമിക്കുന്നുമുണ്ട്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. അടുത്ത വർഷം അവസാനത്തോടെ ഖത്തറിലെ മെട്രോ റെയിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്ന് ഖത്തർ റെയിൽ വാർഷിക റിപ്പോർട്ട്. രാജ്യത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതി പുരോഗമിക്കുന്നത് ത്വരിതഗതിയിലാണ്. മേൽപ്പാലങ്ങളുടെ 66% നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞു. 2011 തുടക്കം കുറിച്ച ദോഹ മെട്രോ റെയിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗമാണ് പുരോഗമിക്കുന്നത്. ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്ക നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി വരുന്നു. പലയിടങ്ങളിലും പദ്ധതിയുടെ ഭാഗമായുള്ള മേൽപ്പാലങ്ങളുടെ പണിയും അവസാന ഘട്ടത്തിലാണ്. ഈ രീതിയിൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോയാൽ 2017 അവസാനത്തോടെ ദോഹ മെട്രോ റെയിൽ പൂർത്തീകരിക്കാനാവുമെന്ന കണക്കുകൂട്ടലിലാണ് ഖത്തർ റെയിൽ അധികൃതർ. കമ്പനിയുടെ വാർഷിക റിപ്പോർട്ടിൽ അടുത്ത വർഷത്തോടെ പദ്ധതി പൂർണ്ണമാകുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മേൽപ്പാലങ്ങളുടെ 66% നിർമ്മാണ പ്രവൃത്തികൾ ഇതിനകം പൂർത്തീകരിക്കാനായതായും ഖത്തർ റെയിൽ വാർഷിക റിപ്പോർട്ട് പറയുന്നു. 2017 സെപ്റ്റംബർ മാസത്തോടെ മെട്രോ ബോഗികൾ ദോഹയിലെത്തും. ഇതോടുകൂടി തന്നെ പരീക്ഷണയോട്ടം ആരംഭിക്കും. 67 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന മെട്രോ നിർമ്മാണ പദ്ധതി നവീന സാങ്കേതിക വിദ്യയാണ് ഉപയോഗപ്പെടുത്തുന്നത്. രാജ്യത്തെ പൊതുഗതാഗത രംഗത്തെ കുരിച്ചുചാട്ടത്തിന് രംഗമൊരുക്കുന്ന പദ്ധതി രാജ്യത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. കുവൈത്തിൽ പെട്രോൾ നിരക്ക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുന്നു. സർക്കാർ പ്രഖ്യാപിച്ച ആശ്വാസ പാക്കേജ് അംഗീകരിക്കാനാകില്ലെന്ന് കൂടുതൽ പാർലമെന്റ് അംഗങ്ങൾ വ്യക്തമാക്കി. പെട്രോളിയം മന്ത്രിക്കെതിരെ കുറ്റവിചാരണ നോട്ടീസ് നൽകിയ എംപിമാരുടെ എണ്ണം 4 ആയി. ഈ മാസം 18-ന് ആരംഭിക്കുന്ന കുവൈത്ത് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ചൂടുപിടിച്ചതാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.
പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ പെട്രോൾ വില വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെയുള്ള എംപിമാരുടെ പ്രതിഷേധം 14ാം പാർലമെന്റിന്റെ അവസാന കാലത്തെ പ്രക്ഷുബ്ധമാക്കുമെന്ന സൂചനയാണ് എംപിമാർ നൽകുന്നത്. പെട്രോൾ നിരക്ക് വർധനയ്ക്കെതിരെ ഉയർന്ന പ്രതിഷേധം തണുപ്പിക്കാൻ സർക്കാർ ആശ്വാസ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് സ്വീകാര്യമല്ലെന്ന നിലപാടിലാണ് എംപിമാർ. ഡ്രൈവിംഗ് ലൈസൻസുള്ള പൗരന്മാർക്ക് പ്രതിമാസം 75 ലിറ്റർ സൂപ്പർ പെട്രോൾ സൗജന്യമായി നൽകുക എന്നതായിരുന്നു സർക്കാരിന്റെ ഒത്തുതീർപ്പ് ഫോർമുല. സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യം സ്വദേശികൾക്ക് ഗുണം ചെയ്യുന്നതല്ലെന്നും ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് വിലവർധന നടപ്പാക്കാനുള്ള നീക്കമാണെന്നും ആരോപിച്ച് എംപിമാരായ അബ്ദുൽ തെറീജി, അലി അൽ ഹമീസ്, അഹമ്മദ് ബിൻ മുത്തി എന്നിവർ പെട്രോളിയം മന്ത്രി അനസൽ സാലിഹിനെതിരെ കുറ്റവിചാരണയ്ക്ക് അനുമതി തേടിയിട്ടുണ്ട്. കൂടുതൽ പേർ കുറ്റവിചാരണക്കൊരുങ്ങുന്നതായും വാർത്തകളുണ്ട്. കുറ്റവിചാരണ അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മന്ത്രി രാജിവെക്കേണ്ടിവരും. പ്രതിസന്ധി രൂക്ഷമായാൽ പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ പുതിയ എണ്ണ കമ്പനികൾക്ക് വ്യവസായ മന്ത്രാലയത്തിന്റെ അംഗീകാരം. 180 കോടി ദിനാർ മുതൽ മുടക്കിൽ രാജ്യത്ത് പെട്രോളിയം കമ്പനി സ്ഥാപിക്കാനുള്ള കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷന്റെ നീക്കത്തിനാണ് മന്ത്രാലയം പച്ചക്കൊടി കാട്ടിയത്. കുവൈത്ത് ഇൻഡിക്കേറ്റഡ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് കമ്പനി എന്ന പേരിൽ പെട്രോളിയം കോർപ്പറേഷന്റെ അനുബന്ധ സ്ഥാപനമായിട്ടായിരിക്കും പുതിയ കമ്പനി പ്രവർത്തിക്കുക. പൊതുമേഖലാ സ്ഥാപനമായ കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷന്റെ ഉപകമ്പനികളായാണ് KNPC ഉൾപ്പെടെയുള്ള പെട്രോളിയം കമ്പനികളെല്ലാം പ്രവർത്തിക്കുന്നത്. എണ്ണമേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് KPC പുതിയ ഉപകമ്പനിക്ക് രൂപം നൽകുന്നത്. കുവൈത്ത് ഇന്റഗ്രേറ്റഡ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് കമ്പനി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യാനിരിക്കുന്ന കമ്പനിയുടെ 50% ഓഹരികൾ പൊതുജനങ്ങൾക്കായി നീക്കിവെച്ചതായാണ് വിവരം. കുവൈത്തിലെ വൻകിട എണ്ണ ശുദ്ധീകരണ പദ്ധതിയായ അൽസൂർ റിഫൈനറിയുടെ നടത്തിപ്പുൾപ്പെടെയുള്ള ചുമതലകൾ നിർദ്ദിഷ്ട കമ്പനിയെ ഏൽപ്പിക്കാനാണ് പെട്രോളിയം കോർപ്പറേഷന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന് ഗവൺമെന്റും സുപ്രീം പെട്രോളിയം കൌൺസിലും കഴിഞ്ഞ ആഴ്ച അംഗീകാരം നൽകിയിരുന്നു. പ്രതിദിനം 6,15,000 ബാരൽ ഉൽപാദനശേഷിയുള്ള അൽസൂർ എണ്ണ ശുദ്ധീകരണ പദ്ധതിക്ക് കഴിഞ്ഞ വർഷമാണ് അംഗീകാരമായത്. ഇന്ത്യൻ കമ്പനിയായ SR ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര കൺസോർഷ്യത്തിനാണ് റിഫൈനറിയുടെ നിർമ്മാണ കരാർ. നിലവിൽ KNPCക്കാണ് അൽസൂർ പദ്ധതിയുടെ ചുമതല. അൽസൂർ റിഫൈനറിയുടെ നടത്തിപ്പിന് പുറമെ രാജ്യത്തേക്കുള്ള ദ്രവീകൃത പ്രകൃതിവാതക ഇറക്കുമതി ചുമതലയും പുതിയ കമ്പനിക്കായിരിക്കുമെന്നാണ് സൂചന. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദി ബഹ്റൈൻ ഭരണകൂടങ്ങൾക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയ പാർലമെന്റ് അംഗത്തിന് കുവൈത്ത് ക്രിമിനൽ കോടതി 6 വർഷത്തെ അധിക തടവ് വിധിച്ചു. വിദേശത്ത് ഒളിവിൽ കഴിയുന്ന ഷിയ MP അബ്ദുൽ ഹമീദ് ദസ്തിക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം വിധിയുണ്ടായത്. ഇതോടെ വിവിധ കേസുകളിൽ ദസ്തിയുടെ തടവ് കാലാവധി 31 വർഷവും 6 മാസവുമായി വർദ്ധിച്ചു. വിദേശത്തായ അബ്ദുൽ ഹമീദ് ദസ്തിയുടെ അഭാവത്തിലാണ് ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചത്. നേരത്തെ 2 കേസുകളിലായി പാർലമെന്റ് അംഗത്തിന് കുറ്റാന്വേഷണ കോടതി 25 വർഷവും 6 മാസവും തടവ് വിധിച്ചിരുന്നു. രാജ്യസുരക്ഷാ വിഭാഗം ഫയൽ ചെയ്ത കേസിൽ 14.5 വർഷം തടവും അനുബന്ധ കേസിൽ 11 വർഷവുമാണ് നേരത്തെ കോടതി തടവ് വിധിച്ചത്. ദസ്തിക്കെതിരെ വേറെയും കേസുകൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. വരും മാസങ്ങളിൽ ഇവ കൂടി പരിഗണനക്കെത്തുമ്പോൾ ശിക്ഷ ഇനിയും കൂടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കുവൈത്ത് പ്രോസിക്യൂഷന്റെ ലുക്കൌട്ട് നോട്ടീസും ബഹ്റൈൻ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ടും അബ്ദുൽ ഹമീദ് ദസ്തിക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. വിദേശത്ത് കഴിയുന്ന ദസ്തിയെ പിടികൂടി രാജ്യത്തെത്തിക്കുന്നതിനായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ഇന്റർപോളിന്റെ സഹായം തേടിയിട്ടുണ്ട്. ദസ്തിയുടെ കൈവശമുള്ള പ്രത്യേക പാസ്പോർട്ട് പരിഗണിക്കരുതെന്ന് കുവൈത്ത് മറ്റു രാജ്യങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനുള്ള പാർലമെന്ററി പരിരക്ഷ നേരത്തെ നാഷണൽ അസംബ്ലി റദ്ദാക്കിയിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഈ വർഷത്തെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് നവംബർ 2-ന് തുടക്കമാകും. 1982 ചെറിയ രീതിയിൽ തുടങ്ങിയ പുസ്തകമേളയുടെ 35ാമത് പതിപ്പാണ് ഇത്തവണ. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 1420 പ്രസാധകർ പങ്കെടുക്കുന്ന 11 ദിവസത്തെ മേളയിൽ 15 ലക്ഷം പുസ്തകങ്ങളാണ് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി ഉണ്ടാവുകയെന്ന് സംഘാടകരായ ഷാർജ ബുക്ക് അതോറിറ്റി ചൊവ്വാഴ്ച ഷാർജ എക്സ്പോ സെന്ററിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 25,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഷാർജ എക്സ്പോ സെന്റർ പൂർണ്ണമായും നവംബർ 2 മുതൽ 12 വരെ പുസ്തകങ്ങളും വായനാപ്രേമികളും കൈയടക്കും. UAE സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി മേള ഉദ്ഘാടനം ചെയ്യും. അറബ് സംസ്കാരത്തിനും സാഹിത്യത്തിനും ഊന്നൽ നൽകുമെങ്കിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും മേളയ്ക്കെത്തും. ഏറ്റവും കൂടുതൽ പ്രസാധകർ UAE-യിൽ നിന്ന് തന്നെയായിരിക്കും. 200-ലേറെ വരും ഇവരുടെ എണ്ണം. 2ാം സ്ഥാനം ഈജിപ്തിനാണ്, 163 പ്രസാധകർ. 110 പ്രസാധകരുമായി ഇന്ത്യയും ലബനനുമാണ് 3ാം സ്ഥാനത്ത്. UK, സിറിയ, US, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ പ്രസാധകർ എത്തിച്ചേരുമെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ റക്കാദ് അൽ അമേരി പറഞ്ഞു. കേരളത്തിൽ നിന്ന് MT വാസുദേവൻ നായർ, മുകേഷ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ മേളയ്ക്കെത്തും. മേളയുമായി ബന്ധപ്പെട്ട് 1400-ലേറെ കലാ, വിനോദ, ഉല്ലാസ, സാംസ്കാരിക വിദ്യാഭ്യാസ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 ഷാർജ. വൈവിധ്യമാർന്ന പരിപാടികളോടെ OICC റിയാദിൽ ഓണം പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ഓണസദ്യയും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു.
OICC റിയാദ് സെൻട്രൽ കമ്മിറ്റി എക്സിറ്റ് 18 സ്വലാഹിയ ഇസ്തിറാഹയിൽ ഓണം ഈദ് സംഘം സംഘടിപ്പിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. വൈസ് പ്രസിഡന്റ് ഷംനാദ് കരുനാഗപ്പള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം പ്രസിഡന്റ് കുഞ്ഞിക്കുമ്പള ഉദ്ഘാടനം ചെയ്തു. റസാഖ് പൂക്കോട്ടുംപാടം, ഷാജി സോണ, രഘുനാഥ് പറശ്ശിനിക്കടവ്, സലീം കളക്കര, അബ്ദുള്ള വല്ലാഞ്ചിറ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. തൃശൂർ ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ അവതരിപ്പിച്ച പുലികളിയായിരുന്നു പ്രധാന ആകർഷകം. ഓണപ്പാട്ടുകളുമായി നിരവധി ഗായകർ വേദിയിലെത്തി. ബിന്ദു സാബുവും സംഘവും തിരുവാതിര അവതരിപ്പിച്ചു. പരിപാടി